സ്റ്റുഡൻസ്, നമ്മുടെ +2 അക്കൗണ്ടൻസിയിലെ പാർട്ട്ണർഷിപ്പ് അഡ്മിഷനിൽ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യനാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ അക്കൗണ്ട് ലോസ്. യൂസ് നോക്കാം. നന്ദു ആൻഡ് സിന്ധു ആർ പാർട്ട്നേഴ്സ്. ദ റേഷ്യോ 3:2. Then on 1/1/2003 they admit Bindu as new partner. Then on date of admission, general reserve 50,000 and debit balance of profit and loss account for 20,000 the balance sheet. എന്ന് പറഞ്ഞാൽ പുതിയ ആൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ റിസർവ് ഒരു 50,000 രൂപയുണ്ട്. അതുപോലെ P&L അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് കിടക്കുന്നുണ്ട്. ഡെബിറ്റ് ബാലൻസ് പറയുന്നത് അക്യുമുലേറ്റഡ് ലോസിനെ പറയുന്നതാണ് ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട്. ഇത് ജേർണൽ എൻട്രീസ് നമുക്ക് എങ്ങനെ എഴുതും നമുക്ക് നോക്കാം. അതിൻ്റെ റിസർവ് അതുപോലെ P&L അക്കൗണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ വരേണ്ട കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഒരു പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ കൂടുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ്സ് കിട്ടുമ്പോൾ ആ ക്യാപിറ്റൽ കൂടണം. അതായത് അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം റിസർവിൽ പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് കിട്ടും, അതിന് പോർഷൻ കിട്ടുമ്പോൾ അയാളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ ജേർണൽ എൻട്രി വരുമ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ടഡ് ടു നന്ദൂസ് ക്യാപിറ്റൽ ടു സിന്ധൂസ് ക്യാപിറ്റൽ. ദെൻ അടുത്ത കേസ് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ലോസാണ്. അപ്പോൾ പാർട്ട്ണർ ലോസ് കൊടുക്കുമ്പോൾ അവരുടെ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യണം. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റലിന് ഡെബിറ്റ് ബാലൻസ് വരും. ഇപ്പോൾ ജേർണൽ എൻട്രി നന്ദു അക്കൗണ്ട് ഡെറ്റർ, സിന്ധു അക്കൗണ്ട് ഡെറ്റർ ടു P&L അക്കൗണ്ട് 20,000. ഇത് അഡ്മിഷനാണ്. അപ്പോൾ നമുക്ക് അഡ്മിഷൻ ടൈമിൽ അവിടെയുള്ള റിസർവുകളും അതുപോലെ അക്യുമുലേറ്റഡ് ലോസുകളും ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രമേ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. പുതിയ പാർട്ട്ണറിന് അതിൽ യാതൊരു റൈറ്റും ഇല്ല. നമ്മൾ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് 50,000, നന്ദൂസ് ക്യാപിറ്റൽ 30 ടു സിന്ധൂസ് ക്യാപിറ്റൽ 20. അത് ഓൾഡ് റേഷ്യോയിൽ അഡ്മിഷനാണ്. ഓൾഡ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യുക. ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിസർവിലുള്ളത് പ്രോഫിറ്റാണ്. അത് കിട്ടുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ നമ്മുടെ അസംഷൻ കൊണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. പ്രോഫിറ്റ് കിട്ടുമ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് പിന്നെയും ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ പിന്നെയും ക്രെഡിറ്റ് കൊടുക്കും ക്യാപിറ്റലിന്. സോ റിസർവ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വൺ P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ദാറ്റ് മീൻസ് അതിൽ ലോസ് അക്യുമുലേറ്റഡ് ലോസ് ആയി കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അഡ്മിഷൻ ആയതുകൊണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിനും ഓൾഡ് റേഷ്യോ കൊടുക്കുക. ഇവിടെ അസംഷൻ പറഞ്ഞത് ക്യാപിറ്റൽ എന്താണ് എപ്പോൾ ക്രെഡിറ്റ് ആണ്. പക്ഷേ നഷ്ടം വന്നു കഴിയുമ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ എന്തെങ്കിലും കുറയണം. ക്യാപിറ്റൽ കുറയുമ്പോൾ ക്യാപിറ്റലിന് ഡെബിറ്റ് ബാലൻസ് വരും. അപ്പോൾ ജേർണൽ എൻട്രി നന്ദു ക്യാപിറ്റൽ അക്കൗണ്ട് എത്തർ, സിന്ധു ക്യാപിറ്റൽ അക്കൗണ്ട് എത്തർ ടു P&L അക്കൗണ്ട്.